നമ്മളിപ്പോ ഫസ്റ്റ് തന്നെ പോകാൻ പോണ പാലാരിവട്ടത്തോട്ടാണ്. പാലം രാത്രിയിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? റോഡ് ക്രോസ് ചെയ്യുമ്പോക്കെ റോഡ് സൈഡിൽ ശ്രദ്ധിക്കാണ്ട്. അല്ല റോഡ് സൈഡ് നോക്കി വണ്ടി ഓടിക്കാണ്ടിരുന്നാ മതി. ഓടിച്ചാ കൺട്രോൾ. അല്ല ശ്രദ്ധ പാടും നമ്മുടെ ബാങ്കിലുള്ള ശ്രദ്ധ പാടും. മെയിൻ പോയിന്റ്. എല്ലാവരും സാധാരണ എപ്പോഴും പാലാരിവട്ടം വരെ പോയിട്ട് തിരിച്ചു വരവാണ് പതിവ്. ഹാർമർ മോട്ടോഴ്സിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. എന്നാലും ചെറിയ വിലയിലും കിട്ടുന്ന സാധനങ്ങൾ ഉണ്ടെന്ന് വേറെ വണ്ടി ഓടിക്കാന്നൊക്കെ ഓടിച്ച് പഠിക്കാൻ പറ്റിയ വണ്ടികൾ ഇവിടെ കിട്ടും. മോട്ടോഴ്സ് അല്ല, അതിലും പ്രീമിയം സാധനങ്ങൾ. ഗൈസ്, അപ്പൊ നമ്മള് നൈറ്റ് അടുത്ത ഷോറൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഇഷ്ടപ്പെട്ടൊരു വണ്ടി ഉണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങാന്ന് വിചാരിച്ചു. കാണിക്ക് ഇറങ്ങിയോ? ഒരു വണ്ടി കാണാൻ വന്നു പാതിരാത്രി 2 മണിക്ക്. ഞങ്ങള് വന്നപ്പം മുമ്പ് ഹാർമർ മോട്ടോഴ്സിൽ നമുക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. അതുകൊണ്ട് അതിലും കിടിലൊരു സാധനം കാണിക്കാനായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. നിങ്ങള് അതെ, ഇത് ഇവിടെ ആൾക്കാരെയൊന്നും കാണുന്നില്ല. കേറിയൊക്കെ എടുത്തോണ്ട് ചില്ല ഒരൊറ്റ ചവിട്ടുന്നൊക്കെ നമ്മള് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്, നിങ്ങൾ കണ്ടു നോക്കും. എന്നുണ്ട് വൈറ്റാ? എനിക്ക് റെഡ് മതി. നിനക്കോ? നിനക്ക് അതായാലോ 7 സീറ്റർ? എനിക്ക് 2 സീറ്റർ ഇഷ്ടം. ഇങ്ങനെ ഇങ്ങനെ പക്ഷേ ഒന്നില്ലേ? ഓ, നിനക്ക് റെഡ് വേണോ? അത് ശരി. ഇതൊക്കെ ഗൈസ്, ഇവിടെ ഇത് ബുക്ക് ചെയ്യാനുള്ള ആൾക്കാരെയൊന്നും കാണുന്നില്ല. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരൊന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യായിരുന്നു അല്ലേ? ഓ, ഇവര് ഇവിടെ ആരാണ്ട് വന്നിട്ട് പൈസ പെട്ടി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് വേറെ പൈസയാന്ന് തോന്നുന്നൊക്കെ. ഇവിടെ എന്തിനാ ഒരു ബന്ധമില്ലാത്ത സാധനം? ഇവിടെ വാച്ചോ? ആ ബോക്സിനകത്ത് വാച്ച്. അല്ല, ഇതെന്താ ഒരു ബന്ധമില്ലാത്ത സാധനങ്ങളൊക്കെ വെച്ചാണ്. വാച്ച്, കപ്പ്, തൊപ്പി, ടീഷർട്ട് പിന്നെ പോട്ടെ, ഷൂ അതും പോട്ടെ. വാച്ച് എന്തിനാ വെച്ചാണ്? ഗിഫ്റ്റ് കൊടുക്കാനാണോ? ഇത് ലിമിറ്റഡ് എഡിഷൻ ആണെന്ന് തോന്നുന്നില്ലേ? ഔ, പക്ഷെ ഇതൊന്നും ഞാൻ റോട്ടിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇതാ ആ ഗൈസ്, ഇതൊക്കെയാണ് നിങ്ങളെ രാത്രി കാണിക്കാനുള്ളത്. നിങ്ങൾ പ്രതീക്ഷ ഒന്നും കണ്ടില്ലല്ലോ. ഇവൻ ഞാൻ പറഞ്ഞല്ലോ, നമ്പർ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വരുന്ന വിളിച്ചാൽ പുള്ളി സെറ്റ് ചെയ്ത് തരും. രാത്രി കഴിഞ്ഞ ഇതിലെ ഫുൾ ഇങ്ങനത്തെ ലോറികളാണ്. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കൊച്ചിയിൽ രാത്രിയില് പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. ഇവിടെ ഭയങ്കര ആൾക്കാർ ഭയങ്കര സ്പീഡിലാണ്, ഓവർ സ്പീഡിലാണ് ഗൈസ് വണ്ടി ഓടിക്കുന്നത് അല്ലേ? പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇതിലെ നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, ഓ അവരൊക്കെ ശ്രദ്ധിക്കുന്നു. നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞാൻ നോക്കിയിട്ട് ബൈക്കാണ് ഇഷ്ടം അല്ലേ? കാറിൽ പോകുമ്പോ നമുക്കൊരു, ഇന്ന് ഞങ്ങള് സാധാരണ ഇതിൽ എപ്പോഴും ബൈക്കിനാണ് വരാറ്. തണുത്ത് നല്ല രസമാണ്. പക്ഷെ ഇന്ന് തണുപ്പില്ല. ആ അതാണ്. പക്ഷെ കാറിൽ വരുന്നതിന് നല്ലൊരു ബൈക്കാണ് ഗൈസ്. ഇനി നിങ്ങളെ വരുമ്പോ ഞങ്ങൾ ബൈക്കിന് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ആ ഫീല് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ഫീല് കിട്ടും. അതെ, ഞങ്ങൾക്ക് നിങ്ങളൊന്നും അല്ല വലിയ കാര്യം, ഞങ്ങൾ തന്നെ വലിയ കാര്യം. ഓക്കെ അല്ലേ? ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് നിനക്ക് എന്താണ് പറയാനുള്ളത്? സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടൊന്നും പറയാനില്ല. നിനക്കോ? പുള്ളി അപ്പോളോയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെയുള്ള എല്ലാ ആൾക്കാരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനി ഞാൻ വ്ളോഗിൽ ഒരു അവസരം കൊടുത്തേക്കുന്നത്. പുള്ളിക്ക് ഇതിന്ന് സിനിമയിലോട്ട് കയറാനാണ് പുള്ളിക്ക് തോന്നി വ്ളോഗിൽ വന്ന സിനിമ കയറാൻ ചാൻസ് കിട്ടുന്നത്. അങ്ങനെ ആരോ പറഞ്ഞ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. പിന്നെ നമ്മുടെ വ്ളോഗിൽ നിന്നായിട്ട് ചിലപ്പോ ചാൻസ് കിട്ടിയതിരിക്കും അല്ലേ? സിനിമയിലേക്ക് കിട്ടിയില്ലെങ്കിലും നല്ല അടിക്കുള്ള ചാൻസ്. അതെ അതെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞാൽ കൊച്ചി വരുന്നവരത് പുള്ളിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പുള്ളി റെഡിയാക്കി തരും. ഐ മീൻ റൂമൊക്കെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കറിയാം. പുള്ളി 7 വർഷത്തെ എക്സ്പീരിയൻസ്. അപ്പൊ ഞങ്ങളിപ്പോ MGയുടെ ഷോറൂമിന്റെ മുന്നിലാണ്.
എന്നെങ്കിലും ഈ കാർ മേടിക്കാൻ പറ്റട്ടെ അല്ലേ? എനിക്ക് വേണ്ട, നിനക്ക് മേടിച്ചു. നമ്മുടെ 100ാമത്തെ ബ്ലോഗിലങ്ങ് വാങ്ങിച്ചേക്കാം. അതെ ഗൈസ്, ഞാൻ ഉറപ്പിച്ചു പറയും 100ാമത്തെ വേണ്ട, 100ൽ ചിലപ്പോ പറ്റില്ല. 100ൽ വേറെ അതെ വേറെ വീഡിയോ ആയിരിക്കും എടുക്കുന്നെങ്കിലും കുഴപ്പമില്ല. ഈ ഇതില് അയ്യോ ഓക്കെ, ഞങ്ങൾ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയല്ലേ ഇതും പിടിച്ചോണ്ട്. അപ്പം 100ാമത്തെ വ്ളോഗില് ഞാൻ ചിലപ്പോ ഇത് വേറൊരു വണ്ടി ആയിരിക്കും പിടിക്കാൻ പോണേ, അത് സർപ്രൈസ്. പക്ഷെ ഈ വണ്ടി നമുക്ക് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ മേടിച്ചോണ്ടേ ഇരിക്കാം. അപ്പൊ നിങ്ങൾ സഹായിക്കുക, ഞാൻ വേണമെങ്കിൽ ഗൂഗിൾ പേ നമ്പർ കൊടുക്കാം. എല്ലാവരും ഒന്ന് സഹായിക്കുകയാണെങ്കിൽ അല്ലേ? അതെ അതെ അതെ, ഞങ്ങള് ഇതിനുവേണ്ടി ഒരു വലിയ ക്യാമ്പയിൻ തന്നെ തുടങ്ങാനുള്ള പരിപാടിയാണ്. ഇതോടുന്ന് കവാസാക്കിന്ന് എന്തെങ്കിലും വേണോ? ഇതോടെ വേണ്ടല്ലേ? ഞങ്ങള് ക്യാരംസ് കളിക്കാൻ വന്നാണ്. ഇന്ന് ഇവനെ പൊട്ടിച്ചു കൊടുക്കുന്നതിന്റെ എക്സ്ക്ലൂസീവ് വീഡിയോ നിങ്ങൾക്ക് തരാം. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവനെ തോപ്പിച്ച് കൈ കൊടുക്കും. പുള്ളി എങ്ങനെ ഫൗൾ അടിക്കാന്നുള്ളതിന്റെ പ്രാക്ടീസിലായി ഇപ്പൊ. കണ്ടോണേ, കണ്ടോ കണ്ടോ കണ്ടോ, പുള്ളിക്ക് ഏറ്റവും വേണ്ട ഫൗൾ അടിക്കുന്നതിന് ഫസ്റ്റ് കൊടുക്കുന്നത്. ഇന്ന് പുള്ളിനെ തോപ്പിച്ചിട്ട് വരാം. ഓക്കെ, ബൈ ഗൈസ്. ഞാനേതാ ജയിക്കാൻ പുറത്തേക്ക് കളിച്ചിട്ട് പുള്ളിക്കും പറ്റുന്നില്ല. ഞാൻ വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാൻ പോകും. റൂൾസ് ഒന്നും അറിയത്തില്ല. നമ്മുടെ ക്യാരം ബോർഡിലാണ് കളിച്ചത്. സംഗീതത്തിൽ നിനക്കെന്താ പറ്റിയേ? ഞാൻ കളിക്കാറില്ല. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞാലും സംഭവിച്ചിട്ട് ഓണാവും. അതൊക്കെ വിട്, അതൊക്കെ വിട്. നിങ്ങൾക്ക് എന്നെ അറിയുന്നത് അറിയാലോ, നമ്മള് കംബാക്കിന്റെ കിങ് ആണ്. അപ്പം ഞാൻ കംബാക്കിന് വേണ്ടി ഞാൻ തോറ്റു കൊടുത്താ. അപ്പൊ അടുത്ത കളിക്ക് പുള്ളിനെ വേണമെങ്കിൽ 0-ൽ ഞാൻ തോപ്പിക്കുകയാണെങ്കിൽ പുള്ളിക്ക് അടിക്കാൻ ഒരു അവസരം ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. ഞങ്ങൾ അടുത്ത കളി വരാം. റൗണ്ട് 2.